ഹലോ എവരിബഡി, വെൽക്കം ടു ലൈഫ് റൂട്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ റോളറിൻ്റെ ഇൻസ്റ്റലേഷനാണ്. പുതിയ റോളർ കഴിഞ്ഞ ദിവസം നമ്മൾ ഹൗസിംഗ് വെച്ചിരുന്നു. വീഡിയോ കാണാത്തൊരു വീഡിയോ കാണുക. പിന്നെ പ്ലേലിസ്റ്റിൽ കംപ്ലീറ്റ് വീഡിയോ ഉണ്ട് ഷട്ട് ഡൗണിൻ്റെ. ഇതിപ്പോൾ നമ്മൾ റോളർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരിപാടിയാണ്. റോളർ വന്നിരിക്കുന്ന പാക്കിങ്ങിൽ നിന്ന് എടുത്ത് മാറ്റി നമുക്ക് അത് ഇങ്ങോട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. കാരണം അതിൻ്റെ താഴെ ഈ റോളറിന് ഫുള്ളായിട്ടൊരു കോട്ടിങ് വരുന്നുണ്ട്. ഇപ്പോൾ മേലെയുള്ള കോട്ടിങ് കംപ്ലീറ്റ് നമ്മൾ ക്ലീൻ ചെയ്തു. ഇപ്പോൾ ഈ കാണുന്ന കോട്ടിങ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്താലേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടാറിങ് മോഡലുള്ള ഒരു ടാർ ടൈപ്പിലുള്ള ഒരു കോട്ടിംഗ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റോളർ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. മാറ്റി വെച്ചതിന് ശേഷം അത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഔട്ടർ ഡയമീറ്റർ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ. പിന്നെ ഈ റോളർ ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ക്രിട്ടിക്കൽ ഒരു പരിപാടിയുണ്ട്. ഇതിനെ നമ്മൾ ഒരു 3% സ്ലോപ്പിൽ വേണം പൊക്കാൻ. ഇപ്പം നേരെയാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് മേപ്പോട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇൻസ്റ്റലേഷൻ സമയത്ത് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 3% വേണം ഇതിനെ സ്ലോപ്പിൽ ലിഫ്റ്റ് ചെയ്യണം. അത് ഇച്ചിരി ക്രിട്ടിക്കലാണ്. കാരണം അതിനൊരു 3-4 പ്രാവശ്യം ട്രയൽ ആൻഡ് എറർ എടുത്താൽ മാത്രമേ അത് നമുക്ക് ശരിയാവുള്ളൂ. കാരണം അതിന് പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഒന്നുമില്ല. കാരണം ഈ ലിഫ്റ്റിംഗ് സീലിങ്സും എല്ലാം നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടേണ്ടി വരും. അതിൻ്റെ വീഡിയോ ഇതിനെ തന്നെ കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. റോളർ നമ്മൾ ഇങ്ങോട്ട് മാറ്റി ബോട്ടം ക്ലീൻ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ നമ്മൾ സീലിംഗ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സോഫ്റ്റ്വെയർ എല്ലാം കൊടുത്ത് വേണം പൊക്കാൻ. കാരണം പുതിയ റോളറാണ്. അതിനകത്ത് നമുക്ക് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. കാരണം ഇതിൻ്റെ ഷാഫ്റ്റ് ഡയറക്റ്റ് ബെയറിങ്ങുമായിട്ട് കോണ്ടാക്റ്റ് ആകണം. ഇതിന് പ്രത്യേകിച്ച് ബെയറിംഗ് ഒന്നുമില്ല. ഇതിൻ്റെ ബെയറിംഗ് ഒരു പ്രത്യേക സിസ്റ്റമാണ്. ഇത് ഓയിൽ ഫിലിമിൽ കിടന്ന് ഓടുന്ന ഷാഫ്റ്റാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ നമുക്ക് പിന്നീട് വിശദമായിട്ട് ചെയ്യാം. അപ്പം നമ്മളത് ലിഫ്റ്റ് ചെയ്ത് അതിൻ്റെ സ്ലോപ്പ് കറക്ഷൻ ചെയ്യണം. സ്ലോപ്പ് കറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കില്ലൻ ഓൾറെഡി ഒരു 3% സ്ലോപ്പിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കില്ലൻ ഒരു സ്ലോപ്പ് ഉണ്ട്, 3% സ്ലോപ്പ് ഉണ്ട്. അപ്പം ആ സ്ലോപ്പിന് കറക്റ്റ് ചെയ്ത് വേണം നമ്മുടെ ഈ റോളർ ലിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ റോളർ ലിഫ്റ്റ് ചെയ്യാനായിട്ട് അത് ട്രയൽ ആൻഡ് എററിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിഫ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിഗ്രി നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം പൊക്കാൻ. അതൊരു ക്രിട്ടിക്കൽ പ്രോസസ്സാണ് നമ്മുടെ ഈ ലിഫ്റ്റിങ്ങിൽ. കാരണം ഓവറായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ റോളർ സ്ലിപ്പ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ കറക്റ്റ് ചെയ്ത് വേണം ചെയ്യാൻ. അതിന് കുറച്ച് നമുക്ക് സമയമെടുക്കും.
അങ്ങനെ റോളർ ലിഫ്റ്റായി നമ്മുടെ ഹൗസിങ്ങിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള സൂപ്പർ ക്രിട്ടിക്കൽ ഇനി പരിപാടി എന്ന് പറയുന്നത്, പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ ആ ഹൗസിങ്ങിലോട്ട് ഈ റോളറിനെ ഇരുത്തുക എന്നുള്ളതാണ്. കാരണം ഹൗസിങ് കാസ്റ്റ് അയൺ ടൈപ്പ് സാധനമാണ്. റോളറിനകത്ത് എന്തെങ്കിലും ഒരു മൈനർ വേരിയേഷൻ വന്നു കഴിഞ്ഞാലും ദർസ് എ ചാൻസ് ഓഫ് ക്രാക്ക് ഓൺ ഹൗസിങ്. അപ്പോൾ അത് വളരെ ക്രിട്ടിക്കലാണ്. പിന്നെ അതിൻ്റെ ഈ കുറേ സീൽ ഏരിയ ഒക്കെ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള തിക്നെസ്സാണ്. അപ്പോൾ അത് വളരെ സമഗ്രമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഏകദേശം നമുക്ക് 3-4 മണിക്കൂർ എടുത്തു അതിൻ്റെ പൊസിഷനിലെടുത്ത് നമുക്ക് താഴെ കൊണ്ടുവരാനായിട്ട്. ലിഫ്റ്റിംഗ് ഒക്കെ വളരെ എളുപ്പമായിരുന്നു, പക്ഷേ അതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ്, അത് ആ ഹൗസിങ്ങിലോട്ട് ഇരുത്തുന്ന ആ ഒരു പ്രോസസ്സിന് ഏകദേശം ഞങ്ങളൊരു 5-6 മണിക്കൂർ എടുത്തു. ഞങ്ങൾ തുടങ്ങിയ പ്രോസസ്സ് ഒരു 3 മണിക്ക് തുടങ്ങിയ പ്രോസസ്സ് വൈകുന്നേരം ഒരു 8 മണിക്ക് ശേഷമാണ് അത് ഞങ്ങൾക്ക് ഇരുത്താൻ സാധിച്ചത്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ രാത്രിയായി, എങ്കിലും ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 8-9 മണിയോടുകൂടി ഞങ്ങൾ അതിൻ്റെ ഹൗസിങ്ങിലോട്ട് നമ്മൾ ഇരുത്തി. അത്രയ്ക്കും ക്രിട്ടിക്കലായിട്ടുള്ളൊരു ജോബായിരുന്നു ഇത്. പിറ്റേ ദിവസത്തെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. അതിനെ ക്രെയിൻ ഇരുത്തി, റോളർ ഇരുത്തി നമ്മൾ ക്ലോറിനെല്ലാം നമ്മൾ റിലീസ് ചെയ്തു. സിമെൻറ്റ് പ്ലാന്റിലെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ജോബായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് റഫീഖ്.